ശബരിമലയിലെ തന്ത്രിസ്ഥാനം നിയമം അംഗീകരിച്ച പാരമ്പര്യ അവകാശമെന്ന SJR കുമാർ. താഴമൺ മഠം കുടുംബത്തിന്റെ പാരമ്പര്യ പദവിയാണ് തന്ത്രിസ്ഥാനം. പിൻഗാമിയെ നിർദ്ദേശിക്കുന്നത് താഴമൺ കുടുംബത്തിലെ മുതിർന്ന അംഗമാണ്. അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരമുണ്ടെന്നും ശബരിമല കർമ്മസമിതി നേതാവ് കൂടിയായിട്ടുള്ള SJR കുമാർ പറഞ്ഞു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, കൃത്യമായ നിലപാടാണ്. കാരണം ഈ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഒക്കെ എന്തെങ്കിലും ഒരു ജിഹ്വയുടെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വിമർശനങ്ങൾ ഉന്നയിച്ചാലോ അത് മാറ്റാൻ കഴിയുന്നതല്ല. ചില വിഷയങ്ങളുണ്ട്, പക്ഷേ നിലപാടുകൾ കൃത്യമായി സ്വീകരിക്കുകയാണ് ശബരിമല കർമ്മസമിതി, അല്ലേ നിഷ? പ്രജിത്ത്, ഈ ശബരിമലയിലെ തന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഡോക്ടർ KS രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിക്കുകയാണ് ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനറായ SJR കുമാർ. എന്തായാലും ഈ ശബരിമലയിലെ തന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയ പ്രസ്താവനകളൊന്നും നടത്തേണ്ട കാര്യമില്ല. ഇത് ഈ രാഷ്ട്രീയ പ്രസ്താവനകളെക്കാൾ പ്രാധാന്യം അക്കാര്യത്തിൽ വസ്തുതകൾക്കും ആചാരങ്ങൾക്കുമാണ്. പരമ്പരാഗതമായി തന്നെ ശബരിമലയിൽ ചില ആചാരങ്ങളുണ്ട്. അതിനനുസൃതമാണ് അവിടുത്തെ തന്ത്രിസ്ഥാനമെന്നും SJR കുമാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ അഭിപ്രായത്തോട് താൻ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണെന്നും SJR കുമാർ പറയുന്നുണ്ട്. ഇത് ശബരിമലയിലെ തന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് നിയമം പോലും അംഗീകരിച്ച പാരമ്പര്യ അവകാശമാണ്. നിയമനം നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ പോലും ഇതിൽ ശബരിമലയിലെ തന്ത്രിയുടെ പിൻഗാമിയെ നിശ്ചയിക്കുന്നത് താഴമൺ മഠത്തിലെ മുതിർന്ന അംഗമാണ്. അത് പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയും അങ്ങനെയാണ് ശബരിമലയിലെ തന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇതുവരെയായി പോകുന്നത്. എന്തായാലും നിലവിൽ കണ്ഠര് രാജീവർ തന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടില്ല. തനിക്ക് ആരോഗ്യപരമായ അസൗകര്യങ്ങളുള്ളതിനാൽ തന്ത്രിയുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ മകനെ ചുമതലപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇത്തരം ക്രമീകരണങ്ങൾ താഴമൺ മഠം കുടുംബത്തിൽ ആദ്യമായിട്ടല്ല നടത്തുന്നതെന്നും SJR കുമാർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ശബരിമല തന്ത്രിസ്ഥാനത്തെക്കുറിച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവനകളല്ല നിലവിൽ അയ്യപ്പ ഭക്തർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ടെങ്കിലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ മതപരമായ ആചാരങ്ങളും വസ്തുതകളും ഒക്കെ തന്നെ ബാധകമായ ഒരു സ്ഥലമാണ്. നിയമവ്യവസ്ഥയും ഇതിന് അനുകൂലമായി തന്നെ നിൽക്കുന്നതാണ്. എന്തായാലും ഈ ശബരിമലയിലെ തന്ത്രിസ്ഥാനം എന്നത് താഴമൺ മഠം കുടുംബത്തിൽ നിക്ഷിപ്തമായ ഒരു പാരമ്പര്യമായ മതപരമായ ഒരു പദവി കൂടിയാണ്. ഈ ശബരിമലയിലെ ആചാരങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി തലമുറകളായി ഈ താഴമൺ മഠം കുടുംബത്തിലെ തലമുറകൾ ഇത് ഒരു പവിത്രമായ ഉത്തരവാദിത്തം നിർവഹിച്ചു വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായ അഭിപ്രായ പ്രകടനം നടത്തേണ്ട ഒരു സമയമല്ല. എന്തായാലും കണ്ഠര് രാജീവരുടെ ആ ഒരു നിർദ്ദേശം ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്കൊന്നും തന്നെ പ്രാധാന്യമില്ല എന്നാണ് SJR കുമാർ പറയുന്നത്.